ഹായ് ഹലോ. അപ്പോൾ കണ്ണൻകുട്ടി എപ്പോഴും യാത്ര പോകുമ്പോൾ എന്നെപ്പറ്റി വിചാരിക്കുന്ന ഒരേ ഒരു പരാതിയായിരിക്കണം, ഈ അമ്മ എന്തിനാ ഈ ചോറും മുട്ടയൊക്കെ കെട്ടി പൊതിഞ്ഞ് കൊണ്ടുവരുന്നത്, ഇത് പുറത്തുനിന്ന് വല്ലതും വാങ്ങി തന്നാൽ പോരെ എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷേ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്, ഹോട്ടലിൽ വെച്ചിട്ട് അവൻ കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ, ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കും. പക്ഷെ ഒരുപാട് ടൈം അവന് വേണ്ടി വരും. അപ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവനും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവന് കൊടുത്തിട്ടേ കണ്ണന് കൊടുത്തിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ. കാരണം ഞാനിപ്പോൾ എന്തെങ്കിലും കറിയൊക്കെ കൂട്ടി കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ തരുമൊന്നും ആൾക്ക് പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ എരിവായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവന് കൊടുത്തതിന് ശേഷം ഞാൻ കഴിക്കുകയുള്ളൂ. അപ്പോൾ അവന് കഴിക്കുമ്പോൾ തന്നെ ഒരു സമയം എടുക്കും. അപ്പോഴേക്കും ചേട്ടൻ്റെയും കല്യാണൻ്റെയൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാനും കഴിക്കുമ്പോൾ ഒരു സമയം എടുക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് ടൈം നമുക്കിങ്ങനെ ഹോട്ടലിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴായപ്പോൾ ഞാൻ എങ്ങടെയെങ്കിലും പോകുമ്പോൾ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ആൾ ചോറ് കഴിച്ചോളൂ. അപ്പോൾ എങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും ചോറും മുട്ടയൊക്കെ എടുത്ത് കയ്യിൽ വയ്ക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് സാധനങ്ങളായിട്ട് നമുക്കിനി യാത്ര പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് എന്തായാലും നമ്മൾ ഫുഡ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതോടൊപ്പം കാണാനുള്ളത് എടുത്തു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് ഇങ്ങനെ കുറേ കുന്നുകളും മലകളൊക്കെ കാണാനാണ്. വാഗമണ്ണിൽ എന്താ കാണാനെന്നൊക്കെ ഇത്ര വലിയ കാര്യമായിട്ടൊക്കെ ഞാൻ ആലോചിച്ചിരുന്നു. അവിടെ ഇതൊക്കെ തന്നെയാണ് കാണാനുള്ളത്, കുറേ കുന്നുകളും മലകളും. പിന്നെ മറ്റേ അഡ്വഞ്ചർ പാർക്കാണ് മെയിനായിട്ടുള്ളത്. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ ഭയങ്കര വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കാരണം ഞങ്ങൾ അധികം നേരം അവിടെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റില്ല കേട്ടോ. എന്തായാലും കണ്ണൻകുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നമ്മളെ പോലെയുള്ള അമ്മമാരുടെ അടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വയ്യ, ഓക്കെ, അവരെയും കൊണ്ട് പുറത്ത് പോവുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിലേക്ക് ആണെങ്കിലും പോകുമ്പോൾ പോലും 1000 കണ്ണുകൾ നമ്മളെ ചൂഴ്ന്ന് നോക്കുന്നുണ്ടാവും. അതെന്തെങ്കിലും ആയിക്കോട്ടെ. ചിലരൊക്കെ വന്ന് പറയാറുണ്ട്, അങ്ങനെ നോക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ശരിയാണ്, ബുദ്ധിമുട്ടുണ്ടാവും നമുക്ക്. പക്ഷെ എന്ന് വിചാരിച്ചിട്ട് ആര് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും നോക്കിയേ പറയും, എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ. നമ്മളുടെ മനസ്സിൻ്റെ തൃപ്തി, നമ്മളുടെ സമാധാനം, അതൊക്കെയല്ലേ നമ്മൾ നോക്കേണ്ടത്. നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ മക്കൾക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അവരെ ഹെൽത്തിന് പറ്റിയിട്ടുള്ള എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റുകൾ കൊടുത്താൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നുറപ്പുള്ള എന്തെങ്കിലും ഇപ്പോൾ തെറാപ്പികൾ പോലുള്ള കാര്യങ്ങൾ അത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് കൊടുക്കുക. നല്ല ഫുഡ് കൊടുക്കുക. പിന്നെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിനുള്ള മെഡിസിൻസും കാര്യങ്ങളും കൊടുക്കുക എന്നതിനോടൊപ്പം തന്നെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമാണ് ഹാപ്പിനെസ്. അവരുടെ ലൈഫ് എന്ന് പറയുന്നത് കുഞ്ഞൊരു ലോകമാണ്. അവർക്ക് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്ന കാര്യം നമുക്ക് അവർക്ക് സന്തോഷമാക്കി വയ്ക്കുക എന്നുള്ളതാണ്. അവർക്കധികം പെയിനും വിഷമങ്ങളും ഒന്നുമില്ലാതെ അവരെ ഹാപ്പി ആക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. അപ്പോൾ അത് നമ്മൾ ആവോളം കൊടുക്കാനായിട്ട് നോക്കാം.